ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷി നമ്മളെ ദേവിയെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോഴാണ് ദേവി പറയുന്നുണ്ട്, മീനാക്ഷിയെ കാണാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, നിങ്ങളെ ആരെയും കാണാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്, പക്ഷേ എന്നെ തിരിച്ചെങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി പറഞ്ഞോണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊന്നും നടക്കില്ല, ചേച്ചി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം, എനിക്കും ഇത്രയ്ക്കും ഒന്നും ചേച്ചിയോട് യാതൊരു പിണക്കവും ഇല്ല, ഒക്കെ ശരിയാവും. പിന്നെ ആനന്ദേട്ടനെ കുറ്റം പറയാൻ പറ്റുമോ? ഏട്ടത്തി അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തതല്ലേ, ഏട്ടത്തി എങ്ങനെയാണ് ഏട്ടൻ കൊണ്ട് നടന്നത്? എന്നിട്ടോ ഇത്രയും വലിയൊരു ചതി അല്ലെങ്കിൽ വഞ്ചന ചെയ്തു എന്നറിയും, അതും ഒരു കുടുംബത്തോട് മുഴുവനും ചെയ്തു എന്നറിയുമ്പോൾ പെട്ടെന്നൊക്കെ ആർക്കെങ്കിലും ഇത് ക്ഷമിക്കാൻ പറ്റുമോ? അന്നേരം ശ്രീകല അവിടെ നിന്നുകൊണ്ട് മോളെ അത് അപ്പോൾ പിന്നെ ഈ മീനാക്ഷിക്ക് ദേഷ്യം വരും കേട്ടോ. അവരോട് ചെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കണ്ട, ഞാൻ പറയുന്ന മുഴുവനും അങ്ങോട്ട് കേട്ടാൽ മതി. നിങ്ങളുടെ ദേവാമംഗലത്ത് ആരെങ്കിലും എന്തെങ്കിലും പണമോ എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ പണത്തിന് ആർത്തിയുള്ളവരാണോ അവിടെ ഉള്ളവർ? ഇനി ഒരു പക്ഷേ ഒന്നുമില്ല, വളരെ പാവപ്പെട്ട ഒരു പെണ്ണാണെങ്കിൽ പോലും എൻ്റെ ആനന്ദേട്ടൻ കല്യാണം കഴിക്കുമായിരുന്നു ദേവി ചേച്ചിയെ, അറിയോ നിങ്ങൾക്ക്? എന്നിട്ട് നിങ്ങൾ എന്തിനായിരുന്നു ഈ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞു വെച്ചത്? മോളെ അത് വേറൊന്നും കൊണ്ടല്ല, അവൾ നല്ലൊരു കുടുംബത്തിൽ നന്നായിട്ട് കഴിയണമെന്നായിരുന്നു. അത് ശരി, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് നല്ലൊരു കുടുംബത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ കള്ളത്തനം പറഞ്ഞത്? അങ്ങനെ പണവും പ്രശസ്തിയും വലിയ ഇതൊക്കെ ആഗ്രഹിക്കുന്നവരടുത്താണെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ലല്ലോ അവർക്ക് ദേവിയെടുത്തി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ആ അമ്മ എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് സ്വന്തം മകളെപ്പോലെയല്ലേ ദേവിയെടുത്തിയെ സ്നേഹിച്ചത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ദേവിയെടുത്തി ഓരോ കള്ളങ്ങൾ പറയാൻ പ്രേരിപ്പിച്ച് ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലോ അല്ലേ. നിങ്ങളതുകൊണ്ട് മിണ്ടരുതെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ദേവിയെടുത്ത് വന്ന് പറയാം, ഏട്ടത്തി നമ്മൾ മാക്സിമം ദേവിയെടുത്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ അത് പെട്ടെന്നൊന്നും ആവില്ല, കുറച്ച് സമയമെടുക്കും, അതുവരെ ദേവിയെടുത്ത് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. ആ നേരത്ത് ആകാശ് ഫോണിൽ വിളിക്കണം കേട്ടോ. പെട്ടെന്ന് മീനാക്ഷി പേടിച്ച് പോവാണ്, എന്നാലും ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് പറയാം, അതെ പിന്നെ അതെ ആകാശ് അത് എന്നൊക്കെ പറയുമ്പോൾ, നീ എവിടെ നിൽക്കുക, ഓഫീസിലാണോ? അതെ ഞാനേ പെട്ടെന്ന് എന്നെ ശ്രീകല അവിടെ നിന്നുകൊണ്ട് പറയുകയാണേ, ഉറച്ച് പറയാനുണ്ട്. അതെ ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ മോളേന്ന്. അപ്പോൾ ഈ ശബ്ദം നമ്മൾക്ക് ആകാശ് ഫോണിൽ കൂടെ അപ്പുറത്ത് കേൾക്കുകയാണ്. അല്ല അത് ആരാ അവിടെ നിന്ന് എന്തോ വിളിച്ച് പറയാനായിരിക്കുന്ന? മീനാക്ഷി ആണെങ്കിൽ ആക്ഷൻ കാണിക്കാൻ മിണ്ടാതിരിക്കെ, ഇവരല്ലേ ആള് ഭയങ്കര സാധനമല്ലേ നമ്മളെ ശ്രീകല. പെട്ടെന്ന് ആകാശിനോട് മീനാക്ഷി പറഞ്ഞുകൊണ്ട്, വേറൊന്നുമല്ല, ഞാൻ ഓഫീസിലെ വീണച്ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നതേ, വീണച്ചേച്ചിയുടെ സൗണ്ടാണ് കേട്ടോ. ഓ അത് ശരി എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ തന്നെ എത്തും എന്നെല്ലാം പറഞ്ഞ് ഫോൺ വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മീനാക്ഷിക്ക് ദേഷ്യം വന്നു വയ്യ. മീനാക്ഷി എന്നിട്ട് ദേവിയെടുത്ത് പറയാം, പിന്നെ ഏട്ടത്തി ഞാൻ പോവാ, പെട്ടെന്ന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഓഫീസിൽ അന്വേഷിച്ച് വരും, എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ആകാശിന് പിന്നെ സംശയമാവും. ശരി ഞാൻ ഇറങ്ങാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി ആകെ സങ്കടത്തിലാണല്ലോ അവിടെ നിൽക്കുന്നത്. കൃഷ്ണമംഗലത്താണെങ്കിലേ നമ്മുടെ അച്യുതനാണെങ്കിൽ സുകന്യയ്ക്ക് പുതിയ കടയെല്ലാം കൊണ്ട് കാണിച്ചു കൊടുത്തല്ലോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് എല്ലാവരോടും ഒന്ന് പറയണമല്ലോ, എല്ലാവരെയും വിളിച്ച് ഹാളിലേക്ക് വരുത്തിക്കുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്, അമ്മ ഉൾപ്പെടെ എല്ലാവരും, ധർമ്മനും സുകന്യൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാം, ഒരു സന്തോഷ വാർത്തയുണ്ട്, നാളെ രാവിലെ നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച കട ഉദ്ഘാടനമാണെന്ന് പറയാം. അയ്യോ ഇത്ര പെട്ടെന്നോ ഉദ്ഘാടനം? വിശ്വസിക്കാനേ ആവുന്നില്ലല്ലോ. ധർമ്മനും അങ്ങ് പകച്ചു പോയിട്ടോ. ഏട്ടാ അത് നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. അമ്മയുടെ മോൻ ഇനിയാണ് ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ ഇന്ദിരാമ്മയ്ക്ക് നല്ല സന്തോഷമാവണം കേട്ടോ. അപ്പം നല്ലൊരു സ്റ്റോറാണ് അവന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. സുകന്യ പറയണം, അതെ ഞാനും ധർമ്മേട്ടനും അച്യുതേട്ടനോട് ജീവിതകാലം മുഴുവനും കടപ്പെട്ടിരിക്കും ഈ ഒരു സഹായത്തിന്. ആഹാ അതെന്തിനാടി കടപ്പെടുന്നത്? നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിലെ ആളുകളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടും നന്ദിയും സ്നേഹമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് എൻ്റെയും കൂടെ അവകാശം അവനിത് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, ഏട്ടാ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കട എവിടെയാണ്, എന്ത് കടയാണ്, എങ്ങനെയാണ് എന്നെല്ലാം ഡീറ്റെയിൽ ചോദിക്കുമ്പോഴത്തേക്കും അച്യുതൻ പറയാം, അതെല്ലാം ഞാൻ വഴിയെ പറയാം, നാളെ ഉദ്ഘാടന സമയമാകുമ്പോൾ പറഞ്ഞാൽ പോരെ? ഇല്ല എനിക്കറിയണം, എന്നെ അവിടെ കൊണ്ടുപോയി കാണിക്കണം. എടാ നീ ഒന്ന് സമാധാനപ്പെട്, എല്ലാം നിന്നെ കാണിക്കാം, നിനക്കുള്ള തന്നെയല്ലേ കട, നിനക്ക് സമാധാനത്തോടെ കാണാമല്ലോ. അപ്പം ധർമ്മം പറയാം, ഇല്ല എനിക്കെന്തോ ഇതിലൊരു തൃപ്തി കുറവുണ്ട്. ഇന്ദിരാ സ്റ്റോർ എന്നുള്ള പേരാണല്ലോ ഇതിനിട്ടിരിക്കുന്നത്, അമ്മയുടെ പേരിലാണ്. പിന്നെ അമ്മ തന്നെ നാളെ രാവിലെ വന്ന് കടത്തീരി കൊളുത്തി ഉദ്ഘാടനം ചെയ്യണമെന്ന് അച്യുതൻ പറയാണ് കേട്ടോ. അപ്പം ഇതിൽ അത്ര തൃപ്തി വരുന്നില്ല എന്ന് നമ്മുടെ ധർമ്മൻ തുറന്നു പറയുമ്പോൾ തന്നെ ഉടനെ സുകന്യ നിന്ന് ചോദിക്കുക, എന്താ ധർമ്മേട്ടാ അമ്മയുടെ പേരിട്ടതുകൊണ്ടാണോ തൃപ്തി വരാത്തതെന്ന്. കൈ വീശി ഒരെണ്ണം കൊടുക്കാൻ പോവാട്ടോ നമ്മുടെ ധർമ്മൻ എടീന്ന് വിളിച്ചിട്ട്. പെട്ടെന്ന് എല്ലാവരും കൂടെ തടയാണ്, എന്തിനാ നീ അവളെ തെല്ലാൻ പോകുന്നതെന്നും. പിന്നെ ധർമ്മൻ എന്തിനാ ഇങ്ങനെ ഇടങ്കോലിട്ട് പറയുന്നത്? അല്ല
എനിക്കിതിലെന്തോ അത്ര ഇത് തോന്നുന്നില്ല അമ്മേ. അപ്പോൾ അമ്മേ ദേ ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എനിക്കിതിൽ കൂടുതലോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്യുതൻ അങ്ങോട്ട് മാറി നിൽക്കട്ടോ. അപ്പോഴാണ് ഇന്ദിരാമ്മ പറയണത്, മോനെ എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ പേരിലുള്ള കടയായതുകൊണ്ടോ ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. നിനക്കൊരു ജീവിതം കിട്ടുമല്ലേ, ഇതോടുകൂടി നീ നന്നാവുമല്ലോ, നിൻ്റെ ജീവിതം പച്ച പിടിക്കുമല്ലോ, എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി. അതിൻ്റെ സന്തോഷമാണ്. മോനിത് ഇടങ്ങേറിടരുത്, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അച്യുതൻ പറയും പോലെ ഈ കടയിൽ പോകണം, അത് വേണ്ടാന്നൊന്നും വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കട്ടോ. ധർമ്മനാകെ സങ്കടത്തിലായി. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നമ്മുടെ അച്യുതൻ കേക്കൊക്കെ ചെയ്യാണ് കേട്ടോ. അച്യുതൻ്റെ മനസ്സിലാണെങ്കിൽ ഒരു വല്ലാത്ത ചിരി ഇങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മീനാക്ഷി ആണെങ്കിൽ രാത്രി മിത്ര പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൂമിലേക്ക് ചെന്ന് കയറുകയാണ്. എന്നിട്ട് മിത്രയോട് പറയാം, മിത്ര എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ എന്ത് വന്നാലും ആ രഹസ്യം ഇവിടെ ആരോടും പൊട്ടിക്കരുത്. ഇല്ല ചേച്ചി പറ, എന്താ കാര്യം? ഇത്രയും വലിയ രഹസ്യമാണെങ്കിൽ. ഞാനിന്ന് ദേവിയെത്തി കാണാൻ പോയിരുന്നു. ആണോ? ദേവിയെത്തി എന്തു പറഞ്ഞു? ഭയങ്കര സങ്കടവും മോളെ, ഭയങ്കര സങ്കടവും കരച്ചിലും. നമ്മളാരും മറന്നു പോകുന്നോ പിണക്കോ ഞങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരച്ചിലായിരുന്നു. ദേവിയത്തെ നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റില്ല മിത്രേ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയാനല്ലേ പറ്റൂ. എന്നാലും നമുക്ക് ശ്രമിച്ച് നോക്കാം എന്നേ ഉള്ളൂ. ദേവിയത്തെ എന്ത് തെറ്റ് ചെയ്തിട്ടാ പാവം. ആ ശ്രീകല ആൻറ്റിയും ഉദയഭാനും അങ്കളും കൂടെ അല്ലേ ഇത്രത്തോളം ആക്കി വെച്ചത്. അവരൊന്നും ശരിയല്ല മിത്രേ, ഫ്രോഡ് കേസുകളാണ് രണ്ടും. സംസാരിക്കാൻ പോലും കൊള്ളത്തില്ല. പാവം ദേവിയെടുത്തി പറഞ്ഞ് ഇങ്ങനെ ആക്കിയതാ. ദേവിയെടുത്തി സത്യം പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ എന്ന് മിത്ര പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ദേവിയെടുത്തി തെറ്റ് ചെയ്തിട്ടില്ല, നല്ല കുട്ടിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും വേണ്ടി കൂട്ടുനിന്നില്ലേ, ഒരു വാക്ക് ആരോടെങ്കിലും തുറന്ന് പറയരുതോ? ആനന്ദേട്ടൻ ദേവിയെടുത്തി എങ്ങനെയായിരുന്നു കൊണ്ട് നടന്നത്? നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, കൈ വെള്ളയിൽ വെച്ചല്ലേ കൊണ്ട് നടന്നത്. എന്തൊരു സ്നേഹമായിരുന്നു. പിന്നെ ഇത്രയും സ്നേഹവും കരുതലും കൊടുക്കുന്ന ഒരു മനുഷ്യനെ പെട്ടെന്ന് ആ വിശ്വസിച്ച ആൾ ചതിച്ചു എന്നും വഞ്ചിച്ചു എന്നും, അതും ഒരു കുടുംബം മുഴുവനും പെട്ടെന്ന് എങ്ങനെ താങ്ങാൻ പറ്റുക? അപ്പോൾ ദേവിയെടുത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ആരോടും തുറന്നു പറയാതെ ഉള്ളിൽ വെച്ച് ആ കള്ളങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്നു. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആനന്ദേട്ടനെയും കുറ്റം പറയാൻ പറ്റില്ല. ആനന്ദേട്ടനോട് പോയി പറയാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായി പോയല്ലോ ദൈവമേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാവം ചേച്ചിയുടെ അവസ്ഥ അറിയുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ദേവി ഫോണിൽ വിളിക്കുകയാണ് മീനാക്ഷി ഫോൺ എടുത്തിട്ട്. അപ്പം ദേവി ചോദിക്കുന്നു, മോളെ നീ എന്നെ മറന്നോ? എന്താ എടുത്തി? മറക്കാനോ? അതുകൊണ്ടാണോ ഞാൻ ഫോൺ വിളിച്ചോടനെ എടുത്തത്? മിത്ര ഇവിടെ ഇരിപ്പുണ്ട്. ആണോ? അതെ. പിന്നെ ദേവി പറഞ്ഞുണ്ട് മിത്രയുടെയിൽ ഒന്ന് ഫോൺ കൊടുക്കാവോ? അങ്ങനെ ശരിയെന്നും പറയുന്ന സമയത്ത് ഗോമതി കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഗോമതി ഇങ്ങനെ കാണുന്നതും ഇവർ പേടിച്ചങ്ങ് എണീക്കുകയാണ്. ഗോമതി ചോദിക്കുന്നുണ്ട്, ആരാടി ഈ ഫോണിൽ? അയ്യോ എന്ത് പറയും, ഗോമതിയുടെ വായിക്കണ ഇപ്പം കിട്ടും. പെട്ടെന്ന് എന്നെ മീനാക്ഷി അടവെടുക്കാണ്. അല്ല അതെ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയുടെ കാര്യം അത് സംസാരിക്കായിരുന്നേ. ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയോ? നീ ഏട്ടത്തിന്ന് വിളിച്ച് സംസാരിക്കണാണല്ലോ ഞാൻ കേട്ടത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടത്തിയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്, അല്ലാതെ വേറെ ആരുമല്ല. ഇല്ലമ്മേ. പക്ഷേ ഗോമതിക്ക് നല്ല സംശയമുണ്ട്. ഇതിന് മറുപടി ഒന്നും പറയാതെ ഗോമതി ഒരൊറ്റ പോക്ക് പോവാണ് കേട്ടോ. ഇത്രയും മീനാക്ഷിയും കൂടെ വിചാരിക്കുന്നുണ്ട്, ഓ സമാധാനമായി എന്നും. അങ്ങേ തലക്കിൽ നമ്മൾ ഗോമതിയുടെ സൗണ്ടും ദേഷ്യവും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവിയും ഫോൺ അങ്ങ് വെക്കുകയാണ് കേട്ടോ. അന്ന് രാത്രിയാകുമ്പം ധർമ്മന് ഉറക്കമില്ല. ധർമ്മൻ എങ്ങനെയെങ്കിലും ഇവിടെ ആരോടെങ്കിലും തുറന്ന് പറയണം, ദേവാമംഗലത്തുള്ളവർക്ക് നാളെ കട ഉദ്ഘാടനമാണെന്ന്. പറയാതെ അത് മോശമല്ലേ. അതുകൊണ്ട് ആനന്ദിനെയോ ആകാശിനെയോ ആരെങ്കിലും കാണുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തേക്ക് മതിൽ ചാടി വരുവാണ് കേട്ടോ. മതിൽ ചാടി വരുമ്പോഴത്തേന് ഇവിടെ ആരെയും കാണുന്നില്ല. എന്നാലും പതുങ്ങി മുറ്റത്തേക്ക് വരണം. നേരെ ചെന്ന് പെട്ട് കൊടുക്കണം. നമ്മുടെ ബാലൻ്റെ മുന്നിലാണ് കേട്ടോ. ബാലൻ നിന്ന് നോക്കുമ്പോൾ ധർമ്മൻ വന്ന് നിൽക്കുന്നു. ബാലൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആകെ ചമ്മി നാറി എന്ത് ചെയ്യണം ഈശ്വരാ, അയ്യോ അളിയൻ്റെ മുന്നിലാണോ പെട്ടത്? ഇനിയിപ്പോൾ എന്തെങ്കിലും തുറന്ന് പറയണ്ടേ? നാളെ കട ഉദ്ഘാടനം എന്നൊന്ന് പറഞ്ഞാലോ? മനസ്സിലിരിക്കുന്നില്ല. അപ്പം ധർമ്മൻ പതിയെ അടുത്ത് വന്നൊന്ന് പറയാനായിട്ട് ഇങ്ങനെ കനച്ച് നിൽക്കുകയാണ് കേട്ടോ. അന്നേരം വിളിക്കുന്നു അപ്പുറത്തുനിന്ന്, എടാ ധർമ്മ എന്ന് പറഞ്ഞ് അച്യുതന് മനസ്സിലായി എന്തായാലും ധർമ്മൻ ഇപ്പുറത്തേക്ക് ചാടും കാര്യങ്ങൾ പറയുന്നുള്ളത്. പക്ഷേ ഇത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ ധർമ്മൻ എന്ത് ചെയ്യും, പറയാൻ വന്ന കാര്യം പറയാണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചങ്ങോട്ട് കയറി ചെല്ലാട്ടോ. അവിടെയും ഗേറ്റ് ചാടിക്കിടന്നാണ് പോകുന്നത്. ചെന്ന് പെടുന്ന അച്യുതൻ്റെ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ അച്യുതൻ മുന്നിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കുകയാണ്. അപ്പം അച്യുതൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാടാ പോയെന്ന്? ഞാനൊന്ന് നടക്കാൻ പോയതാ. പോയ കാര്യം നടന്നോ? അല്ല അത് നീ പറയാൻ പോയ കാര്യം നടന്നോന്നാണ് ഞാൻ ചോദിച്ചത്. ദേവമംഗലത്തുള്ളവരോട് പറയാതെ നിനക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് മനസ്സിലായി നീ ഇവിടുന്ന് ചാടിപ്പോയത് അതിന് തന്നെയാണെന്ന്. അല്ല അത് ഒരു വാക്ക് അവരോട് പറയണ്ടേ ഏട്ടാ. എനിക്ക് ഒന്നാമതേ നല്ല ടെൻഷനുണ്ട്, ഉറക്കമേമി വരുന്നില്ല. പോരാഞ്ഞിട്ട് അളിയൻ ചെയ്തതുപോലത്തെ ഒരു ഷോപ്പല്ലേ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അതും മനസ്സിലൊരു വല്ലാത്ത
സങ്കടമുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാനൊന്ന് പറയാമെന്ന് കരുതി. അത് ശരി, അപ്പോൾ നീ പറഞ്ഞോ? ഇല്ല, പറയാൻ പറ്റിയില്ല. അത് നന്നായി. പറഞ്ഞിട്ടാണ് നീ വന്നെങ്കിലേ എൻ്റെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല. നാളത്തെ ഉദ്ഘാടനം നീ കുളമാക്കാനാണോ അവിടെ തീരുമാനിക്കുന്നത്? അയ്യോ, അങ്ങനെയല്ല. ഇതറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അസൂയ കുശുമ്പൊന്നും കാണില്ല, അവർക്ക് സന്തോഷമേ ആവുള്ളൂ. എന്ത് സന്തോഷം ആയിക്കോട്ടെ, നിനക്ക് ചിലപ്പോൾ അവരോട് വല്ല മമതയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ടാവും. എനിക്കങ്ങനെയല്ല. എൻ്റെ ജീവിതകാലം മുഴുവനും ബാലനും കുടുംബവും എൻ്റെ ശത്രുക്കളാണ്. അത് നിനക്കറിയാമല്ലോ. ധർമ്മൻ ഒന്ന് ഏട്ടനെ സൂക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് പറയാം, അതൊക്കെ എനിക്ക് പണ്ടേ അറിയാവുന്നതല്ലേ ഏട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കട നാളെ ഉദ്ഘാടനം നടക്കുന്നതിൽ ഒരൊറ്റ മനുഷ്യന്മാർ അറിഞ്ഞു പോകരുത്. അന്നേരം അറിഞ്ഞാൽ മതി. അല്ല, ഇത് എവിടെയാണെന്ന് പോലും ഏട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അതൊക്കെ ആ സമയത്ത് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞില്ലേ? രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയി അനുഗ്രഹം വാങ്ങിയിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. പിന്നെ നാളെ ഒരു നല്ല കാര്യം നടക്കുന്നത് കൊണ്ട് മാത്രം നിന്നെ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ അങ്ങനെ ധർമ്മൻ അകത്തേക്ക് കയറി ചെല്ലാൻ കേട്ടോ. ആ രാത്രി മീനാക്ഷി നമ്മൾ ആനന്ദിൻ്റെ മുറിയിലേക്ക് കയറി വരുവാണ്. ആനന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ മീനാക്ഷി? ഇല്ല, ഞാൻ വെറുതെ വന്നതാണെന്ന് പറയാം. അങ്ങനെ വെറുതെ വരില്ലല്ലോ, എന്തെങ്കിലും കാര്യം കാണും. അല്ല, ഞാൻ പറയാൻ വന്നത് ദേവിയെ എത്തിയ പെട്ടെന്നൊക്കെ നമുക്ക് ആനന്ദേട്ടൻ മറക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ആനന്ദ് പറയാം, വിശ്വസിച്ച് കൂടെ നിന്നൊരാൾ പെട്ടെന്ന് ചതിച്ചു എന്നറിയുമ്പോഴത്തേക്കും ആരായാലും പിന്നീട് ആ വിശ്വാസം തകർന്നു പോവില്ലേ മീനാക്ഷി? പിന്നെ നമുക്ക് അവരോടൊപ്പം ജീവിക്കാനാവോ? ആനന്ദേട്ടന് എങ്ങനെ ദേവിയെടുത്ത് വിട്ട് കളയാൻ പറ്റും? ദേവിയെടുത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആനന്ദേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ദേവിയെടുത്ത് തെറ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യമില്ലേ, അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? പാവം, അവർക്ക് അച്ഛനും അമ്മയും പറയണ കേട്ട് ഓരോ കള്ളങ്ങളും പറഞ്ഞ് അതിനെ നിലനിർത്താൻ അടുത്ത കള്ളം പറഞ്ഞ് അങ്ങനെ അതിന് തുറന്നു പറയാൻ പറ്റാണ്ട് പെട്ടുപോയതാണ്. അത് ക്ഷമിച്ചുകൂടെയെന്ന് ചോദിക്കുക കേട്ടോ. പക്ഷെ ആനന്ദാണെങ്കിൽ മീനാക്ഷിക്കോട് പറയുന്നുണ്ട്, ഇല്ല, എനിക്കത് ക്ഷമിക്കാനാവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.